അയ്യപ്പ സംഗമം എന്ന പേരിൽ തട്ടിപ്പുകൾ നടത്തിയവർ തന്നെ അതിന്റെ കണക്കും ബോധിപ്പിക്കട്ടെ എന്ന ശക്തമായ നിലപാട് സിപിഎം നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നു. അതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും PS പ്രശാന്തനും VN വാസവനും പാർട്ടിയിൽ പിന്തുണയില്ലാതെ ഒറ്റപ്പെടുകയാണ്. നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശനം ഉണ്ടാക്കിയ വലിയ പേരുദോഷം മാറ്റാനുള്ള ശുദ്ധിക്രിയ നടത്താനും അതുപോലെ ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ശബരിമല സ്വർണ്ണമോഷണത്തിൽ പ്രായശ്ചിത്തം ചെയ്യാനുമാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു നാടകം നടത്താൻ സർക്കാർ ഒരുങ്ങിയത്. ഇതിലൂടെ NSS, SNDP ഉൾപ്പെടെയുള്ള ഹൈന്ദവ വിഭാഗത്തെ ഒപ്പം കൂട്ടി ഏകീകരണം നടത്താനും പദ്ധതിയിട്ടു ഇതേ പിണറായി. പക്ഷെ ഇതെല്ലാം നോക്കിക്കാണുന്ന അയ്യപ്പൻ പണി തുടങ്ങിയതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസും CPM-ന്റെ 2 നേതാക്കൾക്ക് ജയിലിലായതും സർക്കാരിനും മുന്നണിക്കും സംഭവം കയ്യിനാകെ പോവുകയാണ്. അതോടെ തോൽവിയുടെ പെരുമഴ തന്നെയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ബലം കൊയ്തത് UDF ആണ്. CPM-ന്റെ മുൻ MLA മുതൽ പല നേതാക്കളും ജയിലിൽ കിടക്കുന്നു. മുൻ മന്ത്രി ചോദ്യം ചെയ്യപ്പെടുന്നു, അറസ്റ്റിലാകും എന്ന് ഉറപ്പായി വരുന്നു. അതിനിടയിൽ ഒരു ഫോട്ടോ കാണിച്ച് UDF കൺവീനറെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നു. ഇങ്ങനെ സമനില തെറ്റിയതുപോലെ CPM-ഉം മുഖ്യമന്ത്രിയും കളിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിലെ പച്ചയായ തട്ടിപ്പ് മുഖ്യമന്ത്രി നേരിട്ട് നിന്ന് നടത്തി എന്ന് ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് പോയിരിക്കുന്നത്. അതോടെ മുഖ്യമന്ത്രിയെ കൈവിടാതിരിക്കാൻ CPM-ന് കഴിയില്ല. ആഗോള അയ്യപ്പ സംഘത്തിന്റെ ചെലവ് കണക്കുകളിൽ അടിമുടി പിഴവുകളും ദൂർത്തും ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഒടുവിൽ എല്ലാ കണക്കുകൂട്ടലും പിഴച്ച് പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെട്ട ആഗോള അയ്യപ്പ സംഗമം പിണറായി വിജയനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പു കരാർ മുതൽ ചെലവിന്റെ കണക്ക് വരെ ദുരൂഹവും സംശയവും ഏറെ ഉള്ളതുമാണ്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ടെൻഡർ ഇല്ലാതെ കരാർ നൽകിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഊരാളുങ്കൽ അക്രഡിറ്റഡ് ഏജൻസി ആയതിനാൽ ടെൻഡർ വേണ്ടതില്ലെന്നാണ് CPM നേതാക്കളുടെ വിശദീകരണം. തീണ്ടാരില്ലാതെ വർക്ക് കൊടുക്കുന്ന പരിപാടി, ഊരാളുങ്കലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തട്ടിപ്പ് ടെൻഡറുകൾ, ഇതെല്ലാം ചർച്ചയാവുകയാണ്. സ്വയംഭരണ സ്ഥാപനമായ ദേവസ്വം ബോർഡിന് സർക്കാർ നൽകുന്ന രീതിയിൽ അക്രഡിറ്റഡ് ഏജൻസി എന്ന പേരിൽ ടെൻഡർ ഇല്ലാതെ കരാർ നൽകാനാകുമോ എന്നതാണ് ചോദ്യം. ഇവയ്ക്കൊന്നും കൃത്യമായ വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതിന് കഴിയുകയുമില്ല. അങ്ങനെ അടിമുടി തട്ടിപ്പ് നടത്തി നാട്ടിൽ നാണക്കേടും ഉണ്ടാക്കി നടക്കുന്ന മുഖ്യനും കൂട്ടരും തന്നെ അതിന്റെ കണക്കും ബോധിപ്പിക്കട്ടെ എന്ന അതിരൂക്ഷമായ മറുപടിയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതോടെ പിണറായിയും തട്ടിപ്പ് സംഘവും തീർന്നു എന്ന് തന്നെ പറയാം. സംഗമത്തിലെ എല്ലാ കണക്കും ഇവിടെ പറയുന്നില്ല, കുറേ തവണ പറഞ്ഞതുമാണ്. എന്നാൽ തട്ടിപ്പ് ചെയ്തവർക്ക് പിഴക്കും എന്നുള്ളത് വളരെ കൃത്യമാണ്. അയ്യപ്പ സംഗമത്തിന്റെ ചെലവിന്റെ ഓഡിറ്റ് ചെയ്യാത്ത കണക്കുകൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പുറത്തുവിട്ടപ്പോൾ താമസ സൗകര്യത്തിന് 24.37 ലക്ഷമാണ് പ്രശാന്തിന്റെ കണക്കിലെ ചെലവ്. അന്തിമ കണക്കിൽ ഇത് 37.25 ലക്ഷമായി കാണുന്നുണ്ട്. പങ്കെടുത്തവരുടെ എണ്ണത്തിൽ തുടങ്ങി ചെലവാക്കിയ തുകയിൽ വരെ പെരുപ്പിക്കൽ നടത്തിയവർ ആരാണെന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകളുടെ അന്വേഷണമായി മാറുമ്പോൾ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ ആവില്ല. അതുകൊണ്ട് MV ഗോവിന്ദൻ മുൻകൂട്ടി തന്നെ കാര്യം പറഞ്ഞു. അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്ക് ബോധിപ്പിക്കേണ്ടത് അത് നടത്തിയവരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നടിച്ചത്. അതോടെ പാർട്ടി കൈവിട്ട മുഖ്യനും തിരുട്ടു സംഘവും പുതിയ കണക്കുപിള്ളയെയും അന്വേഷിച്ചുള്ള മഹായാത്രയിലാണ് എന്ന് വേണം കരുതാൻ.